സാറേ, വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം ഉൾപ്പെടെ നടത്തുന്ന ടെഹ്റാനിലെ ഇമാം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയുടെ വലങ്കയ്യായ ഇമാമാണ് രാജിവെച്ചത്. ഇതിനകത്തൊരു രാഷ്ട്രീയം കാണുന്നില്ലേ? അതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിനേക്കാൾ രാഷ്ട്രീയത്തിലേക്ക് വരാം. അഴിമതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഇമാം രാജിവെച്ചിരിക്കുന്നത്. അവിടെ 400 ഇമാമുകൾ ഈ പല പള്ളികളും നഗരങ്ങളിൽ, പ്രധാനമായിട്ടും നഗരങ്ങൾ, ആ നഗരങ്ങളിലെ ഇമാമുകളാണല്ലോ. അത് ഇമാം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മതകാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളല്ല, രാഷ്ട്രീയ കാര്യങ്ങളും കൂടി നോക്കുന്ന ആളാണ് ഈ നഗരത്തിലെ ഇമാമുമാർ. തീരുമാനം എടുക്കുന്നതും ഒക്കെ ഖമനേയിക്ക് വേണ്ടി ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു പതനമാണ്. അപ്പോൾ ഖമനേയിക്കും ഏറ്റ അടിയാണിത്. കാരണം അവിടുത്തെ നീതിന്യായമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ വിഭാഗത്തിന്റെ മേധാവി കൂടി എടുത്തിട്ടുള്ള തീരുമാനം കാരണമാണ്. കാസിം സെദിഗി എന്നാണ് ഈ ഇമാമിന്റെ പേര്. ടെഹ്റാൻ സർവകലാശാലയിലും ഒക്കെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുന്ന ആളാണ് അദ്ദേഹം, ഇമാം കാസിം സെദിഗി. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ, മകനും മകന്റെ ഭാര്യയും ഒക്കെ ഈ അഴിമതിയിൽ പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ തന്നെ മാധ്യമങ്ങളിൽ, ഔദ്യോഗിക മാധ്യമങ്ങളിൽ, ഫാൾസ് ന്യൂസിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഇമാം കാസിം അവര് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മകനെ ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ കാസിം സെദിഗിയം വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ അങ്ങേരുടെ മദ്രസ ഉണ്ടല്ലോ, ആ മദ്രസയുടെ ഭൂമി ഇവരുടെ കുടുംബത്തിന്റെ, അതായത് മകന്റെയും ഭാര്യയുടെ ഒക്കെ പേരിലുള്ള ഒരു കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ് അഴിമതിയായിട്ട് വന്നിരിക്കുന്നത്. മദ്രസയുടെ ഭൂമി കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ് ഖമനയുടെ വൻക. ഇനി ഇദ്ദേഹം ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന, അത് ആണ് ആ ചുമതലകളിൽ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്, മതപരമായ ചുമതലകളിൽ നിന്ന്. ഇനി അക്കാദമിക മതപരമായ കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഭരണഘടന 110-ാം വകുപ്പ് അതനുസരിച്ചിട്ടാണ് രാജിവെച്ചിരിക്കുന്നത്. ആ 110-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഖമനേയിക്കാണ് ഇത്തരം കാര്യങ്ങളിൽ നിയമനാധികാരം. അപ്പൊ നിയമനാധികാരം ഉള്ള ആൾക്ക് രാജിവെക്കാനും പറയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇമാം കാസിം സെദിഗി രാജിവെച്ചിരിക്കുന്നത്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ വേദിയിൽ 2009 മുതൽ ഇദ്ദേഹത്തിനെ കാണാം. ഈ കാസിം സിദ്ദിഖിയെ 2009 മുതൽ എന്ന് പറയുമ്പോൾ 16 കൊല്ലമായി തുടർച്ചയായി വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുന്ന ആളാണ്. അപ്പോൾ റെവല്യൂഷണറി ഗാർഡ്സ് ഉണ്ടല്ലോ അവിടെ, IRGC പട്ടാളം, ആ പട്ടാളത്തിന്റെ ഇന്റലിജൻസ് വിങ് ചാരവിഭാഗം ആണ് ഈ മകനെയും ഭാര്യയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ പാടില് വടക്കൻ ടെഹ്റാനിലെ സർക്കാർ ഭൂമി ആണ് ഇങ്ങനെ ഈ മകന്റെയും ഭാര്യയുടെയും പേരുള്ള കമ്പനിക്ക് കൈമാറിയത്. സർക്കാർ ഭൂമി മദ്രസയ്ക്ക് കൊടുത്തിരുന്നത് കൈമാറുകയാണ് ചെയ്തത്. 4200 ചതുരശ്ര മീറ്റർ ഭൂമി ആണിങ്ങനെ കൈമാറിയതായിട്ട് രേഖ. $20 മില്യൺ വരുന്ന ഭൂമിയാണിത്. അതായത് 175 കോടി രൂപ. 175 കോടി രൂപയുടെ അഴിമതിയാണ് ഇമാം ചെയ്തിരിക്കുന്നത്. ഈ ഇമാം സെദിഗി ഉണ്ടാക്കിയ മദ്രസയിൽ നിന്ന് അവരുടെ കുടുംബ കമ്പനിയിലേക്ക് ഭൂമി കൈമാറി. അതാണ് അഴിമതി. അപ്പോൾ ഇറാൻ പത്രപ്രവർത്തകൻ യാഷർ സോളിറ്റാനി ചോർത്തിയ രേഖകൾ ആണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ പണിയൊക്കെ അവിടെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാണെന്ന് പറഞ്ഞാൽ ഇറാനിലെ മതഭരണകൂടം ഒരു പതനത്തിലാണ് എന്നതിൻ്റെ സൂചനയുമാണ്. ഇല്ലെങ്കിൽ ആ പത്രപ്രവർത്തകനെ തട്ടിക്കളയാമല്ലോ. ഇറാനിലെ പത്രപ്രവർത്തകൻ യാഷർ സോൾട്ടാനി ചോർത്തിയ രേഖകൾ, ഈ കമ്പനി, സ്വകാര്യ കമ്പനി, ഈ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായത് 2023 മധ്യത്തിലാണ്. സെദിഗിയുടെ അടുപ്പക്കാരും ഒക്കെ ആ കമ്പനിയിൽ ഷെയർ ഉണ്ട്.
മരുമകൾക്ക് ഷെയറിൻ്റെ അംഗരക്ഷകർക്കും സിദ്ദിഖിയുടെ അംഗരക്ഷകർക്കും ഓഹരിയുള്ള കമ്പനിയാണ്. ഈ വിവരം പുറത്തു വന്നപ്പോൾ ആദ്യം ഈ ഇമാം സിദ്ദിഖി ഇത് നിരസിച്ചു. എനിക്കിതൊന്നും അറിയില്ല, എനിക്ക് ഈ മതപരമായ കാര്യങ്ങളും ഒക്കെ ഖുതുബ ഇത് ജുമ നമസ്കാരം ഇതൊക്കെ നോക്കി നടക്കുന്ന ആളാണ് ഞാൻ, ഇതൊന്നും എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ രേഖകളിലൊക്കെയുള്ള അങ്ങയുടെ ഒപ്പോ എന്ന് ചോദിച്ചിരുന്നു. അതൊക്കെ വ്യാജ ഒപ്പാണ് ഇമാം സിദ്ദിഖി ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ സംഗതിയൊക്കെ മാറി. പിന്നെ ജനങ്ങളുടെ സമ്മർദ്ദം വന്നു, കൂടുതൽ രേഖകൾ വന്നു. കൂടുതൽ രേഖകൾ വന്നപ്പോൾ പിടിച്ചു വെക്കാൻ പറ്റിയില്ല, ജനങ്ങളോട് മാപ്പ് പറഞ്ഞു ഇമാം സിദ്ദിഖി. അങ്ങനെ ഭൂമി ഞാൻ മദ്രസയിലേക്ക് എന്നെ തിരിച്ചെടുക്കുകയാണ് എന്നും അങ്ങേർക്ക് പറയേണ്ടി വന്നു ഇമാം സിദ്ദിഖിക്ക്. ഇത് അവിടുത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഫാൾസ് ന്യൂസ് സ്ഥിരീകരിച്ചു. ജൂലൈയിൽ കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഫാൾസ് ന്യൂസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. സിദ്ദിഖിയെ പ്രതിയാക്കിയിട്ടില്ല. ഇറാനിലെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ഇമാമുകൾ മതനേതാക്കൾ മാത്രമല്ല, അതത് നഗരങ്ങളിൽ ഖമനേയിയുടെ രാഷ്ട്രീയ പ്രതിനിധികളുമാണ്. അപ്പോൾ 900 പേര് ഇങ്ങനെയുണ്ട്. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുന്ന പല നഗരങ്ങളിലെ ഇമാമുകളായിട്ട് ഖമനേയിയുടെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ട് 900 പേരുണ്ട്. അവർ പലതരം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ബിസിനസ്സും ഒക്കെ നടത്തുന്നുണ്ട് ഈ ഇമാമുകൾ. ഈ ഇമാം സിദ്ദിഖിയെ കരയുന്ന ഷെയ്ഖ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദ വീപ്പിംഗ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അങ്ങേര് ഇവിടെയും ചില അച്ഛന്മാരും ഒക്കെ സംസാരിക്കില്ലേ, വലിയ വിങ്ങിപ്പൊട്ടുന്ന പോലെയൊക്കെ വികാരവിശുദ്ധരായിട്ട്. അങ്ങനെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഖുതുബ പ്രഭാഷണം നടത്തിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് കരയുന്ന ഷെയ്ഖ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വൈകാരിക പ്രാർത്ഥനകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വശത്തുകൂടി വൈകാരിക പ്രാർത്ഥന, ഈ വശത്തുകൂടി അഴിമതി. ഒരു സ്ഥലത്ത് പാലുകാച്ച് എന്ന് പറയുന്ന പോലെ ഉള്ള പരിപാടിയാണ്. അപ്പൊ സിദ്ദിഖി അവിടുത്തെ അച്ചടക്ക ജൂറിയുടെ അധ്യക്ഷനുമായിരുന്നു. ബെസ്റ്റ് പാർട്ടിയാണ് അച്ചടക്കം നടത്താൻ. ഇപ്പോ പിന്നെ നന്മ തിന്മ വെർച്യു ആൻഡ് വൈസ് എന്ന് പറയുമല്ലോ വിഭാഗം, അതിൻ്റെ സമിതി നന്മ തിന്മ സമിതിയുടെ മേധാവിയും ആയിരുന്നു. അതിൽ പോലീസ് ചീഫ് ഉണ്ടായിരുന്നു, ചാര മേധാവി ഉണ്ടായിരുന്നു, ആഭ്യന്തര മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റി ഓൺ വെർച്യു ആൻഡ് വൈസ് എന്ന് പറയുന്നത് മതപരമായ സമിതിയാണ്. ടെഹ്റാനിൽ അതിൻ്റെ മേധാവിയായിരുന്നു. എന്ന് പറഞ്ഞാൽ പോലീസ് ചീഫിനെയൊക്കെ ആഭ്യന്തരമന്ത്രിയൊക്കെ ഒന്ന് വന്നിട്ട് പോകണം എന്നൊക്കെ പറയാൻ പവറുള്ള ആളായിരുന്നു. അവിടെ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് രാജിവെക്കണം എന്ന് ഇമാം കാസിം സിദ്ദിഖിയോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ ജുഡീഷ്യറി മേധാവി ഗുലാം ഹുസൈൻ മൊഹ്സനി ഇജയ് ആണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖമനേയുടെ ഒരു പിടി ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഖമനേയുടെ വലങ്കയായ ഒരാളെ ജുഡീഷ്യറി മേധാവി ഗുലാം ഹുസൈൻ മൊഹ്സിൻ ഇജയ് തന്നെ ഇപ്പോൾ താഴെ ഇറക്കാൻ ഉള്ള കഴിവ് നേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഖമനേയുടെയും മക്കളുടെയും ഒക്കെ പിടിയൊന്ന് അയഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇതുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിലൊരു മതഭരണകൂടത്തിന് മൂടി വെക്കാവുന്ന കാര്യങ്ങളായിരുന്നു ഇത്. പക്ഷെ ഇത് പുറത്തു വന്നു. പുറത്തു കൊണ്ടുവന്ന ജേർണലിസ്റ്റിനായിട്ട് 2 ഇടിയൊക്കെ കൊടുക്കാമായിരുന്നു, വേണമെങ്കിൽ ഇത് മൂടി വെക്കാമായിരുന്നു. ഇതൊക്കെ എളുപ്പം നടക്കുമായിരുന്നു. അത് നടക്കാത്തൊരവസ്ഥ ഇറാനില് ഇപ്പൊ വന്നിരിക്കുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അതായത് ജനകീയ വിചാരണയ്ക്ക് ഈ മത നേതൃത്വം ഇപ്പൊ വിധേയമായിക്കൊണ്ടിരിക്കുന്നു പതിയെ പതിയെ എന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റേ WSJയില് വാൾ സ്ട്രീറ്റ് ജേർണലിൽ റിപ്പോർട്ട് വന്നിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതായത് ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ നടപടി ഇറാനുമായിട്ടുള്ള യുദ്ധത്തില്. അത് ആ ഭരണകൂടത്തിനെ ഖമനയെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. ആ ഘട്ടം വന്നപ്പോഴാണ് ട്രംപ് ഇടപെട്ടത് എന്നാണ് അവിടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. 4ാമത്തെ ഘട്ടത്തിൽ അവിടുത്തെ തന്നെ ജനങ്ങളെ ഉപയോഗിച്ചിട്ട് ഖമനയെ ഭരണകൂടത്തിനെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ട്രംപ് സമ്മതിച്ചിട്ടില്ല
എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.